നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപവാസത്തെക്കുറിച്ചാണ്. പക്ഷേ ഇതൊരു സാധാരണ ആചാരത്തെക്കുറിച്ചുള്ള സംസാരമല്ല. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഉപവാസ് ഏക് സമഗ്ര ഏവം സമർത്ഥ് ഉപചാർ പദ്ധതി എന്ന ഹിന്ദി പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഉപവാസം എങ്ങനെ ഒരു ശക്തമായ ചികിത്സാ രീതിയായി മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു പുരാതന ശാസ്ത്രം. അപ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അറിവുകളാണ് നമ്മുടെ ഈ യാത്രയുടെ അടിസ്ഥാനം. നമുക്കതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? എന്തിനായിരിക്കും നമ്മുടെ പൂർവികർ, ഋഷിമാരൊക്കെ ഉപവാസത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തത്? അതൊരു വെറും ആചാരം മാത്രമായിരുന്നില്ല, അതിനപ്പുറം ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ആ ഒരു രഹസ്യം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ആദ്യം നമ്മൾ പാരമ്പര്യത്തിൽ ഉപവാസത്തിന്റെ സ്ഥാനം എന്താണെന്ന് നോക്കും. പിന്നെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എങ്ങനെ നമുക്ക് നഷ്ടമായി എന്ന് മനസ്സിലാക്കും. അതിനുശേഷം ആധുനിക ശാസ്ത്രം ഇതേ കാര്യം എങ്ങനെ വീണ്ടും കണ്ടെത്തിയെന്ന് കാണാം. പിന്നെ ശരീരം എങ്ങനെയാണ് സ്വയം ക്ലീൻ ചെയ്യുന്നത്, ഇതെങ്ങനെ പ്രായോഗികമായി ചെയ്യാം. അവസാനം ആരോഗ്യത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഒന്നാമത്തെ ഭാഗം, പാരമ്പര്യത്തിലെ ഉപവാസം. ഇത് കേവലമൊരു ചടങ്ങ് മാത്രമായിരുന്നില്ല. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇതെത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ പാരമ്പര്യം ഒന്ന് നോക്കിയേ. ഏകാദശി, പ്രദോഷം, ശിവരാത്രി, നവരാത്രി, അങ്ങനെ എത്ര ഉപവാസങ്ങളാണ്. ഇത് വെറുതെ ഒരു ലിസ്റ്റല്ല, ഇത് നമ്മുടെ ജീവിത രീതിയുടെ തന്നെ ഭാഗമായിരുന്നു. ഈയൊരു പുരാതന ശ്ലോകം കേട്ടോ? ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പണ്ടുള്ളവർക്കറിയാമായിരുന്നു ഉപവാസം എന്നത് വെറുതെ പുണ്യം കിട്ടാനുള്ളൊരു കാര്യമല്ല, മറിച്ച് അതൊരു മരുന്നാണ്, ഒരു രക്ഷാകവചമാണ് എന്ന്. അടുത്ത ഭാഗത്തേക്ക് വരാം. നഷ്ടപ്പെട്ട യഥാർത്ഥ ലക്ഷ്യം. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടായിരുന്ന ഒന്നിനു പിന്നെ എന്തുപറ്റി? എവിടെയാണ് നമുക്ക് വഴിതെറ്റിയത്? ആ എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മൾ എങ്ങനെയാണ് മറന്നുപോയത് എന്ന് നോക്കാം. ഇവിടെയാണ് ശരിക്കും കാര്യങ്ങൾ മാറിമറിയുന്നത്. പണ്ട് ഉപവാസം എന്തിനായിരുന്നു? നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്കൊരു ഫുൾ റെസ്റ്റ് കൊടുക്കാൻ. പക്ഷെ ഇന്നോ ഫലാഹാരം എന്ന പേരിൽ നമ്മൾ ചെയ്യുന്നതെന്താ? ചിലപ്പോൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ ഹെവിയായിട്ടുള്ള ഫുഡ് കഴിക്കും. എണ്ണയിൽ വറുത്തതും ഒരുപാട് മധുരമുള്ളതുമൊക്കെ കഴിച്ച് നമ്മൾ ആ ദിവസത്തെ ഒരു വിരുന്നാക്കി മാറ്റുന്നു. വിശ്രമത്തിനു പകരം ശരീരത്തിന് കൂടുതൽ പണി കൊടുക്കുന്നു. മൂന്നാമത്തെ ഭാഗം, ആധുനികതയുടെ കണ്ടെത്തൽ. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. നമ്മൾ ഈ അറിവ് മറന്നു തുടങ്ങിയപ്പോൾ അങ്ങ് പടിഞ്ഞാറ്, അതായത് വെസ്റ്റേൺ സയൻസിൽ അവരിത് പുതിയതായി കണ്ടുപിടിക്കാൻ തുടങ്ങി. നമ്മുടെ ഋഷിമാർ ആയിരക്കണക്കിന് വർഷം മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങളിലേക്ക് അവരും എത്തിച്ചേർന്നു. അവർ കണ്ടുപിടിച്ച ഒരു പ്രധാന കാര്യമാണ് ഈ വിജാതീയ ദ്രവ്യം. പേരുകേട്ട് പേടിക്കേണ്ട. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകൾ, വിഷാംശം, നമ്മുടെ തെറ്റായ ഭക്ഷണരീതിയും ജീവിതശൈലിയും കാരണമുണ്ടാകുന്ന വിഷാംശം. രോഗങ്ങളുടെ എല്ലാം മൂലകാരണം ഇതാണെന്ന് അവരും പറയാൻ തുടങ്ങി. ഇത് നോക്കൂ, ഡോക്ടർ വെർണർ മക്ഫാഡനെ പോലുള്ളവർ പാശ്ചാത്യ ലോകത്ത് ഉപവാസത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് ശരിക്കും നമ്മുടെ പൂർവികരുടെ വാക്കുകളുടെ ഒരു പ്രതിധ്വനി പോലെയായിരുന്നു. ഈ അറിവ് ഇന്ത്യയിൽ മാത്രമായിരുന്നില്ലേടോ. പണ്ടത്തെ വലിയ വലിയ സംസ്കാരങ്ങളായ ഗ്രീക്കുകാരും റോമാക്കാരും ഒക്കെ ഇത് മനസ്സിലാക്കിയിരുന്നു. ആരോഗ്യത്തോടിരിക്കാൻ ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണെന്ന് അവർക്കും അറിയാമായിരുന്നു. അടുത്തത് നാലാമത്തെ ഭാഗം, ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ള സയൻസ്? നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിന് ഒരേ സമയം ചെയ്യാൻ കുറച്ച് ഊർജ്ജമേ ഉള്ളൂ, അല്ലേ? ഇതിൽ ദഹനമെന്ന് പറയുന്നത് ഭയങ്കര എനർജി വേണ്ട ഒരു പണിയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അങ്ങ് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആ ദഹനത്തിന് ഉപയോഗിക്കേണ്ടിയിരുന്ന എനർജി മുഴുവൻ ഫ്രീ ആകും. ശരീരം ആ എനർജി എന്തിനുപയോഗിക്കും? ക്ലീനിങ്ങിന്, അതായത് ശരീരത്തിലെ വിഷാംശങ്ങളെയും മാലിന്യങ്ങളെയും പുറന്തള്ളാൻ ഉപയോഗിക്കും. അങ്ങനെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഇരട്ടി ശക്തി കിട്ടും. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കിടിലൻ ഉദാഹരണമുണ്ട്. ഒരു കിണർ വൃത്തിയാക്കുന്നതുപോലെയാണത്രേ ഉപവാസം. ആ പഴയ കെട്ടിക്കിടക്കുന്ന വെള്ളം കോരി മാറ്റിയാലല്ലേ പുതിയ നല്ല വെള്ളം നിറയൂ? അതുപോലെ ശരീരത്തിലെ പഴയ വിഷങ്ങളെ പുറന്തള്ളിയാലേ പുതിയ ആരോഗ്യകരമായ കോശങ്ങളുണ്ടാകും. ഇനി അഞ്ചാമത്തെ ഭാഗം, പ്രായോഗിക വഴികാട്ടി. ശരി, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പ്രാക്ടിക്കൽസിലേക്ക് കടക്കാം. എങ്ങനെയാണിത് സുരക്ഷിതമായി ചെയ്യേണ്ടത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപവാസം ഒരു മരുന്ന് പോലെയാണ്. ഡോസ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഉള്ളതല്ല. ഗുരുതരമായ അസുഖങ്ങളുള്ളവർ, ശരീരം ഒരുപാട് ക്ഷീണിച്ചവർ, പിന്നെ ഇതിനെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തവർ, ഇവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല. എപ്പോഴും അറിവോടും ശ്രദ്ധയോടും കൂടി വേണം ഇതിനെ സമീപിക്കാൻ. ഈ 4 സ്റ്റെപ്പുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപവാസം തുടങ്ങുന്നതിന് മുമ്പ് ശരീരം തയ്യാറാക്കണം. ഉപവാസ സമയത്ത് ശരീരത്തെ ശ്രദ്ധിക്കണം. എപ്പോൾ നിർത്തണമെന്ന് ശരീരം തരുന്ന സിഗ്നലുകൾ ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനം ഏതാണെന്നറിയാമോ? 4ാമത്തത്, ഉപവാസം എങ്ങനെ നിർത്തുന്നു എന്നുള്ളത്.
അവിടെയാണ് കൂടുതൽ പേർക്കും തെറ്റുപറ്റുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഉപവാസം കഴിയുമ്പോൾ നമ്മുടെ വയറ് ഒരു കൊച്ചു കുഞ്ഞിൻ്റേതുപോലെയാകും. അതിന് പെട്ടെന്ന് പോയി ബിരിയാണി ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. പതുക്കെ പതുക്കെ വേണം സാധാരണ ഭക്ഷണത്തിലേക്ക് വരാൻ. ആദ്യത്തെ കുറച്ചു ദിവസം ജ്യൂസുകൾ, പിന്നെ കുറച്ചുകൂടി കട്ടിയുള്ള ഭക്ഷണം, അങ്ങനെ ക്രമേണ സാധാരണ ഭക്ഷണ രീതിയിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കിടക്കാണ്. എങ്ങനെയാണ് ഉപവാസം ആരോഗ്യത്തിലേക്കുള്ള ഒരു സിമ്പിൾ വഴിയായി മാറുന്നത് എന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഉപവാസത്തിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ശരീരത്തെ ക്ലീൻ ചെയ്യുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു, ആത്മാവിന് ശക്തി തരുന്നു. എന്തിന്, ഗാന്ധിജി കാണിച്ചു തന്നതുപോലെ ഒരു സമൂഹത്തെ വരെ സ്വാധീനിക്കാൻ അതിന് കഴിയും. ഈയൊരു വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് ഇതെത്രമാത്രം ശരിയാണല്ലേ? പട്ടിണി കൊണ്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് അമിത ഭക്ഷണം കൊണ്ടാണുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് പുറത്ത് കടയിലൊന്നും വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല. അത് നമ്മുടെയെല്ലാം ഉള്ളിൽ തന്നെയുണ്ട്, അതും ഫ്രീ ആയിട്ട്. ഈയൊരു പുരാതന അറിവ് വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതൊന്ന് ചിന്തിച്ചു നോക്കൂ.